നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാട്ടുകര മീഡിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകൾ കുടകിൽ നിന്നുള്ള കാഴ്ചകളാണ്. കുടകെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ല. കൂർഗ്, കർണാടകയിലെ ഒരു ജില്ലയാണ് കൂർഗ് ജില്ല എന്നുള്ളത്. അതിൻ്റെ പഴയ പേര് കുടക് എന്നാണ്. ഇപ്പോൾ നിരവധിയായ ആൾക്കാർ തേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഇന്നിപ്പോൾ കുടക്. പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയത്ത് കുടകിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. എല്ലാവരും അത് ആസ്വദിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് പോകുന്നത്. നമ്മളിന്നുള്ളത് കുടകിലെ ദുബാരെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദുബാരയുടെ ഒരു പ്രത്യേകത പറ്റി പറയുകയാണെങ്കിൽ ദുബാരെ ആനകളെ കൊണ്ടാണ് കൂടുതലും ഫേമസ് ആയിട്ടുള്ളത്. ദുബാരയിലെ എലിഫൻറ്റ് ക്യാമ്പുണ്ട്, ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എലിഫൻറ്റ് ക്യാമ്പുണ്ട്. അവിടെ ഏതാണ്ട് 150-ലധികം ആനകളെ അവിടെ പരിപാലിക്കുക മാത്രമല്ല അവരുടെ ട്രെയിനിങ്ങുകളും, അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മൈസൂറിലെ ദസറ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ആനകൾക്കുള്ള പരിശീലനമൊക്കെ കൊടുക്കുന്നത് ഈ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈമിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ കൃത്യമായ സമയത്ത് ചെന്നാൽ മാത്രമേ ആ ക്യാമ്പിൽ പ്രവേശിക്കാൻ കഴിയും. ഏതാണ്ട് രാവിലെ 9:30 മുതൽ 11:30 വരെയാണ് രാവിലത്തെ എൻട്രി ടൈം. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം 4:30 മുതൽ 5:30 വരെയാണ്. അപ്പോൾ നമ്മൾ ആ കൃത്യമായ സമയത്ത് എന്തെങ്കിലും നമുക്ക് അതിനകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. ഇത് അവിടെ തന്നെയുള്ള ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിനോട് ചേർന്നുള്ള നമ്മുടെ കാവേരി നദിയാണ്. കാവേരി നദി കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് കാവേരി നദി. ആ കാവേരി നദിയുടെ തീരമാണ്. നല്ല തണുത്ത് നുരഞ്ഞ് പതഞ്ഞ് കാവേരി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് അവിടെ കുതിര സവാരിയുണ്ട്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഈ കുതിര സവാരി പോകും. അതോടൊപ്പം തന്നെ ഈ കാവേരി നദിയിൽ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. അതിൻ്റെ ഒരു റേറ്റ് എന്നൊക്കെ പറയുന്നത് മുതിർന്ന ആൾക്കാർക്ക് ഏതാണ്ട് 300 രൂപയും, അതുപോലെ അത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അവർ അവിടേക്ക് അതിൽ കൊണ്ടുപോകില്ല. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് കുറേ നിബന്ധനകളൊക്കെ അവർ വെക്കുന്നുണ്ട്. അപ്പം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകില്ല. അതുപോലെ 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആ ഒരു ടൈമൊക്കെ വെച്ചാണ് അവർ എല്ലാവരെയും കൊണ്ടുപോകുന്നത്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്നു. അപ്പോൾ അവിടെ ഒരാൾ നിന്ന് ഈ റോപ്പൊക്കെ വലിച്ച് കെട്ടുന്നുണ്ട്. അങ്ങോട്ടൊക്കെ എൻട്രി ഇല്ല. അതൊക്കെ ഡേഞ്ചർ ഏരിയകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവിടെ 2-3 ഭാഗത്തായിട്ട് ഒരാൾ ഇങ്ങനെ കയറ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഉരുളൻ കല്ലുകളും വഴുക്കൻ കല്ലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കല്ലുകളിലൊക്കെ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ സ്ലിപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലരും അവിടെ സ്ലിപ്പായി വീണ്. അവിടെ അതുപോലെ കുറച്ച് മരങ്ങൾ, കടപുഴകിയ മരങ്ങളും അല്ലാതെ വലിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ വേരുകളൊക്കെ ഈ നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ നുരഞ്ഞ് കാവേരി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നു. അതുപോലെ മുന്നറിയിപ്പ് ബോർഡുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് സിംഗിളായിട്ടൊക്കെ എത്തുന്ന ആൾക്കാർ അവർ അവിടെ വന്നിട്ട് ആൾക്കാരെയൊക്കെ കൂട്ടി ഇങ്ങനെ റിവർ റാഫ്റ്റിങ്ങിനൊക്കെ പോകാറുണ്ട്. അതുപോലെ മറ്റേ കയാക്കിങ്ങൊക്കെ ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കാവേരി നദിയിലൂടെയുള്ള ആ കയാക്കിങ് എന്നുള്ളത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്കൂൾ കുട്ടികളും ഒക്കെ വന്നിട്ട് ഇങ്ങനെ അവർ പോകുന്നുണ്ട്. അതിൻ്റെ സേഫ്റ്റി ലൈഫ് ജാക്കറ്റൊക്കെ ഉപയോഗിച്ചാണ് പോകുന്നത്. അങ്ങനെ മനോഹരമായ ഒരു എപ്പോഴെങ്കിലും പോകേണ്ട, നമ്മൾ കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സ്ഥലമാണ് ദുബാര എന്നുള്ളത്. സമയം കൃത്യമാക്കി പോവുകയാണെങ്കിൽ നമുക്ക് എലിഫൻറ്റ് ക്യാമ്പിലും സന്ദർശിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഓക്കെ, താങ്ക് യു.